രണ്ടാമത്തെ വിഭാഗം പെണ്ണാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതാണ് എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ വിഭാഗം. ഏതാണ് മൂന്നാമത്തെ വിഭാഗം എന്നറിയോ? ഇംറഅതുൻ ലൈസ ലഹാ ഇംറഅതുൻ തുകല്ലിഫു സൗജഹാ മാ ലാ ഭർത്താവിന് കഴിയാത്ത കാര്യങ്ങൾ ഭർത്താവിനോട് നിർബന്ധിക്കുന്ന പെണ്ണ്, അത് സാമ്പത്തികമാകട്ടെ, വീടാകട്ടെ, വാഹനമാകട്ടെ, വസ്ത്രമാകട്ടെ, ഭക്ഷണമാകട്ടെ, എന്തായിരുന്നാലും നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കഴിയാത്ത കാര്യങ്ങൾ അവനോട് നിർബന്ധിച്ച അവന് വാങ്ങിത്തരാൻ കഴിവില്ലാത്തവനായിരിക്കും. എന്റെ സഹോദരിമാരെ, നിന്റെ ഭർത്താവിന്റെ വിലക്കും നിലയ്ക്കും ഒട്ടേ നീ സംസാരിക്കാൻ പാടുള്ളൂ. അവന് കഴിയുന്നവരെ നീ കീർത്തിക്കാൻ പാടുള്ളൂ. എല്ലാരും നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം വാങ്ങിത്തരണമെന്ന പിടിവാശിയും നിർബന്ധവും നിനക്കുണ്ടായ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മൂന്നാമത്തെ പെണ്ണ് നീയാണ്. ഇംറഅതുൻ തുകല്ലിഫു സൗജഹാ മാ ലാ യുതീഖ്. ഭർത്താവിന് കഴിയാത്ത കാര്യങ്ങൾ നിർബന്ധിക്കുന്ന പെണ്ണെ, നീ നരകത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെങ്കിൽ ഒരു നാട്ടിലൂടെ നടന്നു പോകുമ്പോ, ഒരു ഭർത്താവിന്റെ കൈപിടിച്ച് ഭാര്യ നടന്നു പോകുമ്പോ ആദ്യം കാണുന്ന സൂപ്പർ മാർക്കറ്റിൽ കയറുന്നു, അവിടെ നിന്നെല്ലാം വാങ്ങുന്നു. അത് കഴിഞ്ഞ് ടെക്സ്റ്റൈൽസിൽ കയറുമ്പോൾ അവിടെ നിന്ന് വാങ്ങുന്നു. അത് കഴിഞ്ഞ് ബേക്കറി കയറി അവിടെ നിന്ന് വാങ്ങുന്നു. അത് കഴിഞ്ഞ് നീ നേരെ പോയി ഫാൻസിയിൽ കയറിയാൽ അവിടെ നിന്ന് വാങ്ങുന്നു. ഇങ്ങനെ രാവിലെ ഇറങ്ങി നടക്കുന്ന ഭാര്യ ഭർത്താവിനെ വൈകുന്നേരം വരെ ഓരോ കടകളിൽ കയറ്റിയിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നും ആവശ്യമുള്ളതും ഇല്ലാത്തതും വാങ്ങിയിട്ട് നേരെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഭർത്താവിന് പിന്നെ കയ്യിൽ കാശില്ല. ഭർത്താവ് വേദനിക്കുകയാണ്. പടച്ചോനെ, അവള് ചോദിച്ചാൽ വാങ്ങി കൊടുക്കാതിരിക്കാൻ പറ്റോ? എന്നാ പ്രശ്നമല്ലേ, പ്രശ്നമല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇനി നാളെ മുതൽ പലിശയ്ക്ക് പണമെടുത്തേ നടക്കൂ എന്ന് പറഞ്ഞ് വിദേശ രാജ്യത്ത് നിന്ന് ലീവിന് വന്ന് നിൽക്കുന്ന ഭർത്താക്കന്മാരുടെ വിലയും നിലയും മനസ്സിലാകാതെ നിർബന്ധിക്കുന്ന പെണ്ണേ, അല്ല നിന്നെ കാത്തിരിക്കുകയാ. പടച്ചോ നിന്നെ കാത്തിരിക്കുകയാ. നിന്റെ റൂഹം വിരിഞ്ഞു പോകുമ്പോ, നിന്റെ ആത്മാവ് വിട പറഞ്ഞു പോകുമ്പോ നിന്നെ കബറിലേക്ക് കൊണ്ടുവെക്കുകയാണ്. 3 കഷണം തുണിയിൽ പൊതിഞ്ഞ് 3 കെട്ടും കെട്ടിയിട്ട് 6 കാറുകാലുള്ള കട്ടിലെടുത്തു കിടത്തിയിട്ട് 6 മണ്ണിലേക്ക് എടുത്തു വെച്ച് 10 പലക നിരത്തിയിട്ട് 3 പിടി മണ്ണും വാരിയിട്ട് 2 മീസാങ്കല്ല് നാട്ടിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോയാ ആരോ കബറിൽ നിനക്കിതെല്ലാം വാങ്ങിത്തരിക? ആരാ കബറിൽ നിനക്കെല്ലാം വാങ്ങിത്തരിക? അതുകൊണ്ട് എന്റെ പെങ്ങളെ, ദുനിയാവിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടോ. എന്നിട്ട് ആ ഭർത്താവിനോടത്തുള്ള ജീവിതം സന്തോഷമാക്കിക്കോ. എന്നാൽ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിനക്കും നിന്റെ ഭർത്താവിനോ നിനക്കും നിന്റെ ഭാര്യക്കും നിങ്ങൾക്ക് പരസ്പരം ഇണകളുമായിട്ട് ചാരുക സേരയില് ചാരിയിരുന്ന് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ സല്ലപിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സഹോദരിമാരെ, ഭർത്താവിനെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ അവനോട് നിർബന്ധിച്ചു വാങ്ങല്ലേ, വാങ്ങല്ലേ. എന്നാൽ മൂന്നാമത്തെ വിഭാഗം നീയാണ് എന്ന് സദഖ റസൂലുള്ളാഹ്. മൂന്നാമത്തെ വിഭാഗം ആ സ്ത്രീകളാണ്. ഭർത്താവിന്റെ അവസ്ഥ, ഭർത്താക്കന്മാരോട് പറയാനുള്ളത്, വലിയ കുടുംബത്തിൽ പോയി പെണ്ണ് കെട്ടി, കോടീശ്വരന്റെ മകളെ പോയി കെട്ടി. നീയാണെങ്കിലോ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. പക്ഷെ നീയോ വലിയ കുടുംബത്തിൽ പോയി പെണ്ണ് കെട്ടുകയാണ്. അങ്ങനെ പെണ്ണ് കെട്ടാൻ പോയി, പെണ്ണ് കെട്ടി. അൽഹംദുലില്ലാഹ്, അവൾക്ക് നീ അവളുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നീ നേടിക്കൊടുക്കണം. നിന്റെ വീട്ടിൽ അവളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിന്റെ ഭാര്യയ്ക്ക് വേലക്കാരി ഉണ്ടെങ്കിൽ ആ വേലക്കാരെ നീ വെച്ചു കൊടുക്കണം. അതുകൊണ്ട് നിന്റെ കൊക്കിൽ ഒതുങ്ങുന്ന നീ കൊത്താൻ പാടുള്ളൂ. അങ്ങനെയുള്ള പെണ്ണിനെ പോയി കല്യാണം കഴിക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവളുടെ സമ്പത്ത് കണ്ടിട്ട് അതിൽ നീ വീണു പോകരുത്. അതിൽ വീണു പോകാൻ പാടില്ല. അവൾ ചോദിക്കുന്ന എല്ലാം നീ വാങ്ങിക്കൊടുക്കേണ്ടി വരും. അള്ളാഹു ആദരിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം പഠിക്കേണ്ട സഹോദരിമാരെ, ഉമ്മഹാത്തുൽ ജീവിതം പഠിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും നബിയേ ഞങ്ങൾക്ക് ഈ ജീവിതം മടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. എത്രയോ ഭാര്യമാരാണ് ഭർത്താക്കന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത്, നിങ്ങളോടൊത്തുള്ള ജീവിതം ഞങ്ങൾ മടുത്തു. ചില ഭർത്താക്കന്മാരോട് ഭാര്യമാര് പറയുന്നത്, നിങ്ങൾ എന്നെ വേണ്ടെങ്കിൽ ഒഴിവാക്കുക.
ത്വലാഖ് ആവശ്യപ്പെടുകയാ. നിസ്സാരമായി കാണരുതെന്റെ പെങ്ങളെ. ഒന്നും രണ്ടും പറഞ്ഞ് വഴക്ക് കൂടുമ്പോ, എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ഭർത്താക്കന്മാരുമായിട്ട് വഴക്ക് കൂടുമ്പോ, ആ വഴക്ക് കൂടി അവസാനം പ്രശ്നം മൂർച്ഛിക്കുമ്പോൾ ഭാര്യമാര് പറയുന്നതെന്താ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എന്നെ കൊണ്ടുവന്നങ്ങാക്കിക്കോ, എനിക്ക് ത്വലാഖ് തന്നോ, ഞാൻ ജീവിച്ചോളാം. നിസ്സാരമായി കാണല്ല പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ ഭർത്താവിന് കഴിയാത്തൊരു കാര്യമാണ് നീ ചോദിച്ചിരിക്കുന്നത് ത്വലാഖ്. ത്വലാഖ് ചോദിക്കാൻ പെണ്ണുങ്ങൾ വന്നിട്ട് നിരന്തരമായിട്ട് ഭർത്താക്കന്മാരോട് ആവശ്യപ്പെടുക. റസൂലുള്ളാഹി പറയുന്നത്, ഏതെങ്കിലും ഒരു പെണ്ണ് ആവശ്യമില്ലാതെ ഭർത്താവിനോട് ത്വലാഖ് ആവശ്യപ്പെട്ടാൽ ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന, അവൾക്ക് സ്വർഗ്ഗത്തിന്റെ പരിമളം നിഷിദ്ധമാണ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ പരിമളം നിഷിദ്ധമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാ. സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂലെന്നല്ല പറഞ്ഞത്, സ്വർഗ്ഗത്തിൽ അവൾക്ക് കടക്കാൻ കഴിയൂലെന്നല്ല പറഞ്ഞത്. ആ സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും അവൾക്ക് ശ്വസിക്കാനുള്ള ഭാഗ്യമില്ല. എന്റെ സഹോദരങ്ങള്, ഈ പീഠം നിൽക്കുന്ന ഭാഗത്ത് സ്വർഗ്ഗമാണെന്ന് സങ്കല്പിച്ചോ. ഈ സ്വർഗ്ഗത്തിൽ നിന്ന് ഇന്ന് ഇറങ്ങി ഒരാൾ നടന്ന 500 വർഷം എത്തുമ്പോൾ എവിടെയാണ് എത്തുക? 500 വർഷം എത്തുമ്പോ എവിടെയാണ് അവന് ചെന്നെത്തുന്നത്? 5 നൂറ്റാണ്ട് കഴിയുമ്പോ അവന് നടന്നു തുടങ്ങിയാൽ എവിടെ ചെന്നെത്തുവോ അവിടം വരെയാണ് സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുക. ഈ പീഠമിരിക്കുന്ന, ഈ സ്റ്റേജ് നിലനിൽക്കുന്ന സ്ഥലമാണ് സ്വർഗ്ഗമെന്ന് സങ്കല്പിച്ച് ഇന്ന് ഈ പാതിരാത്രി 2013 ഫെബ്രുവരി മാസം 11-ാം തീയതി രാത്രി 9:30 ഇവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുന്ന ഒരാള്, ഈ പാതിരാത്രി ഇവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുന്ന ഒരാള് 500 വർഷം യാത്ര ചെയ്യുമ്പോൾ എവിടെ എത്തുവോ അവിടം വരെയാണ് ഈ സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നത്. എന്റെ സഹോദരങ്ങളെ, അത് ഇവിടത്തെ ദിവസമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മിഖ്ദാറുഹു 50 അൽഫ സന. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷമാണ്. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷമാണ്. അങ്ങനെയുള്ള 500 വർഷം യാത്ര ചെയ്യുമ്പോൾ എവിടെ ചെന്നെത്തു അവിടം വരെ അടിച്ചു വീശുകയാണ് സ്വർഗ്ഗത്തിന്റെ പരിമളം. ഓ പരിമളം അവൾക്ക് നിഷിദ്ധമാ. ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സ്വർഗ്ഗത്തിന്റെ പരിമളം അവൾക്ക് നിഷിദ്ധമാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചെങ്കിലോ അവൾ ചെയ്ത തെറ്റെന്താണ്? അവൾ നിസ്കരിക്കാത്തവളല്ല, അവൾ നോമ്പ് പിടിക്കാത്തതല്ല. അവൾ ചെയ്ത തെറ്റെന്തെന്നറിയോ? ആവശ്യമില്ലാതെ ഭർത്താവിനോട് പറഞ്ഞു, എന്നെ അങ്ങ് ഒഴിവാക്കിയേക്ക്, എന്നെ അങ്ങ് ഒഴിവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും അവൾക്ക് നിഷിദ്ധമാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ കൂടെയാണ് ഇസ്ലാം. നിങ്ങൾക്കാണ് സ്വാതന്ത്ര്യം. ചില സഹോദരിമാര് ഹിജാബ് ധരിച്ച് മഫ്ത ധരിച്ചിട്ട് ചാനലുകളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് പറയാണ്, സ്ത്രീകൾക്ക് ഇസ്ലാം സ്വാതന്ത്ര്യമേ കൊടുക്കുന്നില്ല, യാഥാസ്ഥികർ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ കവലകളിൽ മൈക്ക് കെട്ടി പ്രസംഗിക്കുമ്പോ നിങ്ങൾക്ക് എന്തിന്റെ സ്വാതന്ത്ര്യമാണ് അള്ളാഹു തരേണ്ടത്? പുരുഷന്മാരോടൊപ്പം തെങ്ങിക്കേറാനോ, അതുപോലെ പുരുഷന്മാരോടൊപ്പം പെട്രോൾ പമ്പിൽ നിൽക്കാനോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നതുപോലെ ലോകത്ത് എവിടെയാണ് സ്വാതന്ത്ര്യം അള്ളാഹു താല ആണുങ്ങൾ കൊടുത്തിട്ട്? എത്ര ഇബാദത്തെടുത്താലും ആ ഇബാദത്തുകൾ എന്റെ സഹോദരിമാരെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രസവ വേദന കൊണ്ട് ഈ ഇബാദത്തിന്റെ കൂലി മുഴുവനും നിങ്ങൾ നേടിയെടുക്കുമ്പോ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം കിട്ടൂലേ? എന്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് അല്ലാഹു സ്വാതന്ത്ര്യം തന്നിട്ടില്ലേ? അല്ലാഹു കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന വിഷയത്തിൽ ഖുർആനിൽ പറഞ്ഞ ആദ്യമായിട്ട് പറഞ്ഞത് യഹബുലി മയ്യശാഉ ഇനാസായ, പെൺകുട്ടികൾ അല്ലാഹു ഔദാര്യമായി കൊടുക്കുന്നു. ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ് മക്കളെ കൊടുക്കുന്ന വിഷയത്തിൽ. അല്ലാതെ ഇക്കാട ട്രോഫി എന്നല്ല, അല്ലാഹുവിന്റെ സമ്മാനം, അല്ലാഹുവിന്റെ സമ്മാനം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ് യഹബുലി മയ്യശാഉ ഇനാസ. അതിൽ ആദ്യമായിട്ട് പറഞ്ഞ ആരെയാ? പെൺകുട്ടികൾ അല്ലാഹു കൊടുക്കുന്നു എന്ന്. പോരെ സ്വാതന്ത്ര്യം? ഒരു വീട്ടിൽ നിങ്ങൾക്ക് മകനും ഉണ്ട് മകളും ഉണ്ടെങ്കിൽ എന്തെങ്കിലും മിഠായിയോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോയാൽ ആദ്യം ഈ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വാതന്ത്ര്യം പോരെ എന്റെ സഹോദരിമാരെ? നിങ്ങളുടെ ഭർത്താക്കന്മാര് ജുമയിലൂടെ ജമാഅത്തിലൂടെ അതുപോലെ മറ്റ് സൽക്കർമ്മങ്ങളിൽ നേടിയെടുക്കുന്ന ഇബാദത്തിന്റെ പ്രതിഫലം ഒറ്റ പ്രസവത്തിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്നു. പോരെ എന്റെ സഹോദരിമാരെ? നിങ്ങൾ പിന്നെ എന്തിനാ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരേണ്ടത്? എന്തിനാ സ്വാതന്ത്ര്യം തരേണ്ടത്? എന്റെ സഹോദരിമാരെ, സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂല്. അതുപോലെ മാത്രമല്ല ഫസഖും നിങ്ങൾക്ക് തന്നു. എന്തിനു വേണ്ടിയിട്ടാ?
ഈ കെട്ട് അസ്ത്രപ്പെട്ടു പോകാൻ വേണ്ടി, നിക്കാഹിന്റെ കെട്ട് അസ്ത്രപ്പെട്ടു പോകാൻ വേണ്ടി പുരുഷന്മാർക്ക് ഒറ്റ ഇതേ ഉള്ളൂ തൊലാഖ്. അള്ളാഹു നിങ്ങൾക്ക് 2 നൽകി. അതിന് ചുമ്മാരെ 3 ദിവസം ഭർത്താവിനെ ജോലിക്ക് പോയി കണ്ടില്ലെങ്കിൽ അപ്പോഴേ നോട്ടീസ് കൊടുക്കുകയാണ് പത്രത്തിൽ, എന്റെ ഭർത്താവ് ഇത്രയും നാളായി കണ്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് വന്നില്ലെങ്കിൽ ഞാൻ വേറെ മാപ്പിള തിരക്കി പോകുന്നു. ചിലർ അങ്ങനെ കൊടുക്കലുമില്ല. തിരിച്ചു വരുമ്പോൾ വേറെ വീട്ടിൽ കുടുംബനാഥം പറ്റത്തിരുന്ന് വിൽസം വലിച്ചോണ്ടിരിക്കുക. പിന്നെ അവന്റെ അനുവാദം ആ ഒരു അവസ്ഥയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് 3ാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഭർത്താവിനോട് അവന് കഴിയാത്ത കാര്യങ്ങൾ ചോദിക്കലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ മുസ്തഫ ഖുയ്റന ഫഖ്തറുൻ നബിയൽ മുഖ്തഫ ഐഷതുൻ വ ഹഫ്സതുൻ വ സൗദാ സഫിയത്തും മൈമൂനതു വറംലാ ഹിന്ദുൻ വസൈനബുൻ കരാജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാതും മർലിയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരില്ലേ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ എന്നുള്ള ഓമന പേര് കിട്ടിയ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പത്നിമാരില്ലേ, അതിൽ ആയിഷ ബീവിയെ മാറ്റിയ ബാക്കിയുള്ള ഭാര്യമാരെല്ലാം റസൂലുള്ള വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റാരുടെയോ ഭാര്യമായിരുന്നു. എന്റെ സഹോദരങ്ങളെ, റസൂലുള്ള വിവാഹം കഴിച്ചാൽ പിന്നെ ആരും കഴിക്കാൻ പാടില്ല. പക്ഷെ ആയിഷ ബീവി കഴിഞ്ഞാൽ ആയിഷ ബീവിയെ മാറ്റി നിർത്തിയ ബാക്കിയുള്ള ഭാര്യമാരെല്ലാം വേറെ കല്യാണം കഴിച്ചിട്ട് ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയവരെയാണ് അല്ലാഹുവിന്റെ റസൂൽ വിവാഹം കഴിച്ചത്. നമ്മുടെ ഖദീജ റളിയല്ലാഹു അൻഹ പോലും അല്ലാഹുവിന്റെ റസൂൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് 2 വിവാഹം കഴിച്ചിരുന്നവരാണ് ഖദീജ ബീവി. ആ 2 ഭർത്താക്കന്മാരും വൈദവ്യം പേറിയിട്ട് മരണപ്പെട്ട് വൈദവ്യം പേറി കഴിയുന്നിരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന് ഇങ്ങോട്ട് ആലോചന വന്നത്. അതല്ലാതെ പണം കണ്ടിട്ട് റസൂൽ അങ്ങോട്ട് പോയതല്ല. നബി തങ്ങളുടെ മുഅ്ജിസത്ത് കണ്ടിട്ട്, നബി തങ്ങളുടെ അമാനുഷികത കണ്ടിട്ട് ഇങ്ങോട്ട് ആലോചന കൊണ്ടുവന്നതാണ്. എന്റെ സഹോദരങ്ങളെ, പല ഭാര്യമാര് തമ്പുരാട്ടിമാരാ, പല ഭാര്യമാരും മുമ്പ് കെട്ടിയിരുന്ന കല്യാണം കഴിച്ചിരുന്നവര് രാജാക്കന്മാരാണ്. അങ്ങനെയുള്ള ഭാര്യമാര് റസൂലുള്ളാഹിന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നപ്പോ ഹബീബായ നബി തങ്ങളുടെ വീട്ടിൽ കഷ്ടപ്പാടാണ്, വേദനയാണ്. എത്രയോ പാതിരാത്രികളില് 2 കറുപ്പ് മാത്രമാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. ഒന്ന് ഈട്ടപ്പഴമാകുന്ന കറുപ്പ്, മറ്റൊന്ന് തോൽപാത്രത്തിൽ പച്ചവെള്ളം എടുത്തു വെച്ചിരിക്കുമ്പോൾ ഒരു കറുപ്പാണ്. ഈ 2 കറുപ്പല്ലാതെ മറ്റൊരു കറുപ്പ് ഞങ്ങളുടെ വീട്ടിലില്ല എന്ന് റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട ഭാര്യ